വീടിന് പിന്നിലെ ഇലിമ്പം പുളിയിൽ കായ്കൾ ഉണ്ടായ കാര്യം സിദ്ധുവിനോട് പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹത്തിലായി. കാലുളുക്കിയിരിക്കുന്നത് കൊണ്ട് അവൻ പറഞ്ഞു, അപ്പേ സിദ്ധുവിന് ഒരെണ്ണം പറിച്ചതാ. ഞാൻ ഒരു കമ്പെടുത്ത് പുളി തല്ലിപ്പറിക്കുന്നത് കണ്ടിട്ട് സിദ്ധു നീട്ടി വിളിച്ചു, അപ്പേ തല്ലിപ്പറിക്കല്ലേ പ്ലീസ്. ഞാൻ കമ്പ് താഴെയിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പേ, മാങ്ങയും ചാമ്പങ്ങയും കപ്പളങ്ങയും ഒക്കെ പൊക്കത്തുണ്ടാവുന്നത് എന്തിനാണെന്ന് അറിയാവോ? ഞാൻ അവൻ പറയുന്നത് കേട്ടോണ്ടിരുന്നു. നമ്മൾ ആരും കൈ നീട്ടി പറിക്കാതിരിക്കാൻ മാവും പ്ലാവും ഒക്കെ അവരുടെ പിള്ളേരെ പൊക്കത്ത് വളർത്തുന്നതാ അപ്പേ. അപ്പ കമ്പെടുത്ത് ഇലിമ്പംപുളി തല്ലിപ്പറിക്കുന്നത് അതിന്റെ പേരന്റെ മരത്തിന് സഹിക്കുവോ? ഞാൻ അത് സമ്മതിച്ച് തലകുലുക്കിയപ്പോ സിദ്ധു കുസൃതിയോടെ പറഞ്ഞു, പക്ഷെ അതിന്റെ അടുത്ത് പോയി പതുക്കെ പറിച്ചെടുത്താൽ പുളിമരത്തിന് പ്രശ്നമുണ്ടാവില്ല കേട്ടോ. കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഞാൻ അവന്റെ കാല് വേദനിപ്പിക്കാതെ പൊക്കി തോളത്ത് കയറ്റിയിരുത്തി ഇലിമ്പം പുളിയുടെ ചുവട്ടിലേക്ക് ചെന്നു. ഞാനും പുളിമരവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. കൊച്ചിന്റെ കാലുളുക്കിയപ്പോ നിങ്ങൾ വിഷമിച്ചില്ലേ? എന്റെ പിള്ളേരെ നിങ്ങൾ തല്ലിപ്പറിക്കുമ്പോ എനിക്കും സഹിക്കില്ല. അപ്പോഴേക്കും സിദ്ധു പതിയെ 2-3 ഇലിമ്പം പുളികൾ താഴെ വീഴാതെ കൈകൊണ്ട് പറിച്ചെടുത്തു. വളർന്ന് പോത്തുപോലെ ആയെങ്കിലും പിള്ളേര് പഠിപ്പിച്ചു തരുന്ന പല പാഠങ്ങളും നമുക്ക് പുതിയതാണ്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.